കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്നത്. ഹമാസിനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന്റെ മുന്നിൽ ഇറാൻ വലിയ കടമ്പ തന്നെയാണ്. ഗാസയെ അമേരിക്കയ്ക്കു നൽകാമെന്ന വാഗ്ദാനത്തിന്റെ പുറത്ത് അറബ് രാജ്യങ്ങളോട് സന്ധിയില്ലാതെ പടക്കിറങ്ങിയ ഇസ്രായേൽ ചെറുതായൊന്ന് പെട്ട അവസ്ഥയിലാണ്. ആരെ ആദ്യം നേരിടുമെന്ന ആശയക്കുഴപ്പം നന്നേയുണ്ട്. ഹമാസുമായി 1 വർഷത്തിൽ കൂടുതലായി യുദ്ധം ആരംഭിച്ചിട്ട് ബാക്കി ബന്ദികളെ മോചിപ്പിക്കാനുമായില്ല. 1.5 ലക്ഷത്തോളം പലസ്തീൻ വംശജരെ കൊന്നൊടുക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇതിനെതിരെ ലോകം തന്നെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അറബ് രാജ്യങ്ങളോടുള്ള ഇസ്രായേലിന്റെ വെല്ലുവിളി. അമേരിക്കയുടെ പിന്തുണയാണ് ഇതിന് പിറകിലെ ശക്തി. എന്നാൽ അമേരിക്കയാകട്ടെ ഇസ്രായേലിന്റെ എല്ലാ കടുംപിടുത്തങ്ങൾക്കും തയ്യാറുമല്ല. തങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചു മാത്രമേ അമേരിക്ക എന്തെങ്കിലും നയങ്ങളുമായി മുന്നോട്ടു പോകൂ. അത് ഗാസ സിറ്റിയിൽ കണ്ടതുമാണ്. ഇസ്രായേലിനെ കണക്കറ്റ് സഹായിക്കുന്നതിൽ അമേരിക്കയുടെ കണ്ണ് ഗാസയായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രായേലിനെ ഒപ്പം നിന്ന് ഇറാനെതിരെയോ മറ്റ് അറബ് രാജ്യങ്ങളെയോ ആക്രമിക്കാൻ സാധ്യതയില്ല. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹവുമായി ഇസ്രായേൽ വരുന്നത്. എന്നാൽ അത്തരമൊരു നീക്കത്തെ അതിന്റെ വരുംവരായികളെ കുറിച്ച് നല്ല ബോധ്യമുള്ള അമേരിക്ക പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ കണ്ണുകൾ. ഇറാൻ ആണവായുധം നേടുന്നത് തടയുമെന്ന ആത്മാഹുതിക്ക് തുല്യമായ പ്രതിജ്ഞയാണ് സത്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. ഇറാനുമായുള്ള ഏതൊരു ചർച്ചയും അതിന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കണമെന്ന് ശഠിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ അമേരിക്ക 2ാം ഘട്ട പ്രാഥമിക ആണവ ചർച്ചകൾക്കിടെയാണ് ഇത്. കഴിഞ്ഞ മാസങ്ങളിൽ ഇറാന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള നിരവധി ഓപ്ഷനുകൾ ഇസ്രായേൽ ഡൊണാൾഡ് ട്രംപിന് ഭരണകൂടത്തിന് നിർദ്ദേശിച്ചിരുന്നു. അവയിൽ ചിലത് വസന്തത്തിന്റെ അവസാനത്തിലും വേനൽക്കാലത്തും സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടവയാണ് എന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വ്യോമാക്രമണങ്ങളും കമാൻഡോ പ്രവർത്തനങ്ങളും പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഇതിനായി ഇറാന്റെ ആണവ പദ്ധതിയെ ഒരു ആണവായുധമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നും വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഒരു ഹ്രസ്വകാല ആക്രമണത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നും ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് തങ്ങളുടെ സൈന്യത്തിന് ഇറാനിൽ പരിമിതമായ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്നാണ്. എന്നാൽ ഇതിന് അമേരിക്കയുടെ പിന്തുണ ഉറപ്പിക്കാനാകില്ല. ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണവുമായി എപ്പോൾ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമല്ല. നേരിട്ടുള്ള സൈനിക ഇടപെടലിലൂടെയോ ഇന്റലിജൻസ് പങ്കിലൂടെയോ മിക്കവാറും എല്ലാ പദ്ധതികൾക്കും അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് ആവശ്യമായിരുന്നു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാൻ അമേരിക്ക സഹായിക്കണമെന്നും ഇസ്രായേൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല എന്നും എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ താൻ പിന്തുണയ്ക്കില്ല എന്നുമാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് എന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. എന്നാൽ ഈ അഭിപ്രായ പ്രകടനത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ പ്രതികരിച്ചിട്ടില്ല. ഇറാനിയൻ ആക്രമണങ്ങളെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്ന ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ആസൂത്രണത്തെക്കുറിച്ച് ഇറാന് അറിയാമായിരുന്നുവെന്നും ആക്രമണം ഉണ്ടായാൽ ഇറാനിൽ നിന്ന് കഠിനവും അചഞ്ചലവുമായ പ്രതികരണം ഉണ്ടാകുമെന്നും ഒരു മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ശ്രമങ്ങളിലുള്ള അതൃപ്തിയും രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള മാർഗമായി സംഘർഷം വേണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യവുമാണ് ഈ ആസൂത്രണത്തിന് ആധാരമെന്ന് ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു. പദ്ധതിയുടെ മുൻ പതിപ്പ് അവതരിപ്പിച്ചപ്പോൾ ബൈഡൻ ഭരണകൂടത്തിൽ നിന്ന് തന്നെ നെതന്യാഹുവിന് എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു. വ്യോമാക്രമണങ്ങളിൽ അമേരിക്ക നേതൃത്വം നൽകണമെന്ന് നെതന്യാഹു ആഗ്രഹിച്ചിരുന്നതായി ബൈഡൻ ഭരണകൂടത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ആണവ വസ്തുക്കളുടെ സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തുകയോ ആക്രമണം നടത്തുകയോ ചെയ്യുന്നത് അവിവേകമാണ് എന്ന് ബൈഡൻ വിശ്വസിച്ചിരുന്നു. ഇറാനെതിരെ പോരാടാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ശേഷിയിലും ബൈഡന് സംശയമുണ്ടായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഭൂഗർഭ സൗകര്യങ്ങളിലെ ശേഖരങ്ങളും നശിപ്പിക്കാൻ ഇസ്രായേലിന് ഗണ്യമായ അളവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയും ആയുധങ്ങളും ആവശ്യമാണ് എന്ന് മുൻ ഉദ്യോഗസ്ഥരും വിദഗ്ധരും വളരെ കാലമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ പരിഗണിക്കുന്ന കൂടുതൽ പരിമിതമായ സൈനിക ആക്രമണത്തിന് നേരിട്ടുള്ള അമേരിക്കയുടെ സഹായം കുറവായിരിക്കും. പ്രത്യേകിച്ച് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ബങ്കർ തകർക്കുന്ന അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളുടെ കാര്യത്തിൽ. അത്തരമൊരു പ്രകോപനം തീർക്കാൻ ഇസ്രായേൽ വിരലനക്കുന്ന അടുത്ത നിമിഷം തന്നെ ഇറാന്റെ പ്രഹരം ഇസ്രായേലിന് മേൽ പതിച്ചിരിക്കും. വൻതോതിലുള്ള ഫയർ പവർ ഉപയോഗിച്ചാലും ഇറാന് ഒരു കുലുക്കവും തട്ടാൻ പോകുന്നില്ല എന്ന കാര്യം ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പു നൽകാതെ ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ ഒരു കരാർ രൂപീകരണ ഘട്ടത്തിലേക്ക് നീങ്ങില്ല എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സമീപ ആഴ്ചകളിൽ അമേരിക്കയോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും അനാവശ്യമായി ഇറാനുമായി കൊമ്പ് കോർക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്.